മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിനെയും സംഘത്തിനെയും പൂട്ടാൻ ATS. പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗങ്ങളുടെ വീടുകളിൽ പോലീസിന്റെയും ATSന്റെയും സംയുക്ത പരിശോധന. അനസിന്റെ കൂട്ടാളി മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്ന് 2 തോക്കുകളും പണവും പിടിച്ചെടുത്തു. News 18 ബിഗ് ഇമ്പാക്ട്. ടോം കുര്യാക്കോസ് വിവരങ്ങൾ പങ്കുവെക്കും. ടോം, ഈ അനസുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ നമ്മൾ കൊടുത്തിരുന്നു. നേരത്തെ ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു ഇയാളുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ATSന്റെ ഇടപെടൽ ഏത് തരത്തിലാണ് ഈ വിഷയത്തിൽ? രഞ്ജിത്ത്, നേരത്തെ കൊച്ചിയിലെ ഗുണ്ടാ തലവനായ പെരുമ്പാവൂർ അനസിനെ കുറിച്ച് ന്യൂസ് 18 നടത്തിയ അന്വേഷണ പരമ്പരയുടെ അടിസ്ഥാനത്തിലാണ് ATSും പോലീസും സംയുക്തമായി ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുന്നത്. പെരുമ്പാവൂർ, ആലുവ, മാഞ്ഞാലി എന്നിവിടങ്ങളിലും വയനാട്ടിലെ ഒരു റിസോർട്ടിലുമാണ് ATSന്റെ നേതൃത്വത്തിലുള്ള റെയ്ഡ്. അതായത് കൊച്ചിയിലെ ഗുണ്ടാ നേതാവായ പെരുമ്പാവൂർ അനസിന്റെയും സംഘത്തിന്റെയും കൂട്ടാൻ ഉറച്ചു തന്നെയാണ് ATS നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും അനസിന്റെ കൂട്ടാളികളായിട്ടുള്ള മാഞ്ഞാലി സ്വദേശി റിയാസ്, ഷാജി പാപ്പാൻ എന്ന് വിളിക്കുന്ന ഷാജി തുടങ്ങിയ വിവിധ ഗുണ്ടകളുടെ, കൊച്ചിയിലെ പെരുമ്പാവൂർ അനസിന്റെ കീഴിലുള്ള ഗുണ്ടകളുടെ വീടുകളിലും മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുമാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഇവിടെ നിന്നും ഈ മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്ന് 2 തോക്കുകളും 8 ലക്ഷത്തോളം രൂപയും പിടിച്ചെടുത്തു എന്ന വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. അതായത് പെരുമ്പാവൂർ അനസിന്റെ പ്രധാനപ്പെട്ട വിശ്വസ്തരിൽ 2 പേരാണ് ഈ മാഞ്ഞാലി സ്വദേശി റിയാസും ഷാജി പാപ്പാൻ എന്ന് വിളിക്കുന്ന ഷാജിയും. ഇവരുടെ കൈവശം പെരുമ്പാവൂർ അനസിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുകൾ, അതായത് അനസ് ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുകയാണ്. അനസിന്റെ തോക്കുകൾ ഈ റിയാസിന്റെയും ഷാജി പാപ്പന്റെയും കൈവശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വീടുകളിൽ പ്രധാനമായും റെയ്ഡ് നടത്തുന്നത്. നിയമവിരുദ്ധമായി കൈവശം വെച്ചിരുന്ന, പെരുമ്പാവൂർ അനസ് കൈവശം വെച്ചിരുന്ന തോക്കുകളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. വയനാട് ിലും സമാനമായി ഇതേ സമയം തന്നെ സമാന്തരമായി റെയ്ഡ് നടക്കുന്നുണ്ട്. അവിടെ ATSന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ തോക്കുകളുടെ ഉറവിടം, തോക്കുകൾ എവിടെ നിന്നെത്തി, ഇത് തോക്കുകൾക്ക് ലൈസൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. തോക്കും പണവും ഇവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത നീക്കം എന്തായാലും പെരുമ്പാവൂർ അനസിലേക്ക് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഗുണ്ടാ നേതാവായ ഔറംഗസേബ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ തുടർ അന്വേഷണം, ന്യൂസ് 18 തുടർ അന്വേഷണം നടത്തിയത്. പെരുമ്പാവൂർ അനസിന്റെ നിയമവിരുദ്ധ ഇടപാടുകൾ, അതോടൊപ്പം ഗുണ്ടാ ഇടപാടുകൾ, കൊട്ടേഷൻ ഇടപാടുകൾ, സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ കുറിച്ചും പെരുമ്പാവൂർ അനസ് വിദേശത്തേക്ക് വ്യാജ പാസ്പോർട്ടിൽ കടന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തെളിവുകൾ സഹിതം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് ATS ഔറംഗസേബിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. കൊച്ചി സിറ്റി പോലീസും ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഔറംഗസേബിൽ നിന്ന് ലഭിച്ച ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ATSും പോലീസും റെയ്ഡ് നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത്, ടോം, ഈ അനസിന്റെ സംഘാംഗങ്ങളുടെ വീടുകളിലടക്കം പരിശോധനയുണ്ട്. 2 തോക്കുകളും പണവും പിടിച്ചെടുത്തു എന്ന് മനസ്സിലാകുന്നു. ഇവരെ കുറിച്ച്, സംഘാംഗങ്ങളെ കുറിച്ച് മറ്റെന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? ആരെയെങ്കിലും കസ്റ്റഡിയിലെടുക്കാൻ ATS സാധിച്ചിട്ടുണ്ടോ? വരും ദിവസങ്ങളിൽ ATS ഏത് തരത്തിലായിരിക്കും ഈ വിഷയത്തിൽ മുന്നോട്ട് പോവുക? ഈ അനസിനെ കുറിച്ചുള്ള ധാരണകളും മറ്റും വേണമല്ലോ ഇനി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പെരുമ്പാവൂർ അനസ് വിദേശത്തേക്ക് കടന്ന കാര്യം തന്നെയാണ് പോലീസും ATSും ഏറ്റവും പ്രധാനമായും പരിശോധിക്കുന്നത്. ഒരു നിരവധി ക്രിമിനൽ കേസുകൾ, കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ പെരുമ്പാവൂർ അനസ് നാട് വിട്ടത് നമ്മുടെ പോലീസോ മറ്റന്വേഷണ ഏജൻസികളോ അറിഞ്ഞിരുന്നില്ല. സ്വാഭാവികമായും അവരെ ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയം കൂടിയാണ്. കേസുകൾ തന്നെയായിരുന്നു നമ്മൾ പുറത്തുവിട്ട ഓരോ വിവരങ്ങളും തെളിവുകളും. അതോടെ കൂടിയാണ് ATSും പോലീസും ഈ വിഷയത്തിൽ ഉയർന്ന് പ്രവർത്തിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അതിവേഗത്തിലുള്ള നീക്കങ്ങൾ, ATSന്റെ നീക്കങ്ങൾ. പക്ഷെ പോലീസ് തെരഞ്ഞെടുപ്പ് കാലയളവായതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ച് മറ്റ് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ആഴത്തിലുള്ള അന്വേഷണമോ പരിശോധന നടത്താൻ പോലീസിന് മറ്റു തരത്തിലുള്ള ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ മറ്റ് തിരക്കുകളെല്ലാം മാറിയതുകൊണ്ടാണ് പോലീസും ATSന്റെ ഈ സംയുക്ത പരിശോധനയിൽ അന്വേഷണത്തിന് ഇപ്പോൾ പങ്കാളികളാകുന്നത്. ഈ ആലുവ, പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചു, അതോടൊപ്പം മലബാറിലെ വടക്കൻ കേരളത്തിലെ ജില്ലകൾ കേന്ദ്രീകരിച്ചും പെരുമ്പാവൂർ അനസ് പല രീതിയിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഔറംഗസേബിൽ നിന്നുമായി ബന്ധപ്പെട്ട ചില നിർണായകമായിട്ടുള്ള മൊഴികൾ ലഭിച്ചിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ATSും പോലീസും പരിശോധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതല്ല, മാഞ്ഞാലി സ്വദേശി റിയാസും ഷാജി പാപ്പാൻ എന്ന് വിളിക്കുന്ന ഷാജിയും ഇവരും ഈ അനസിനൊപ്പം പല കേസുകളിലും പങ്കാളികളായിട്ടുള്ള, പല കൊലപാതക കേസുകളിലും
പങ്കാളികളായിട്ടുള്ള വ്യക്തികളാണ്. ഇവരിലേക്കാണ് ഇനി അന്വേഷണം നീക്കുന്നത്. അടുത്ത ഘട്ടം സ്വാഭാവികമായും പെരുമ്പാവൂർ അനസിലേക്ക് തന്നെ ആയിരിക്കും. അനസിനെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ, അതായത് പെരുമ്പാവൂർ അനസിന്റെ വ്യാജ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് പോലീസ്, കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി മറ്റ് സ്ഥലങ്ങളിലേക്കും ബാംഗ്ലൂരിലേക്കടക്കം ഇതിന്റെ വിവരങ്ങൾ തേടിക്കൊണ്ട് പോലീസിന്റെ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത്, അതാണ് ഏതായാലും പെരുമ്പാവൂർ അനസും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെയും വീടുകളിൽ, ബന്ധുവീടുകളടക്കം സംഘാംഗങ്ങളുടെ വീടുകളടക്കം പരിശോധന ATSന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഗുണ്ട നേതാവ്, കൊച്ചിയിലെ ഗുണ്ട നേതാവ് പെരുമ്പാവൂർ അനസിനെയും സംഘത്തെയും പൂട്ടാനാണ് ഇപ്പോൾ ATSന്റെ നീക്കമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തോക്കുകളടക്കം പിടിച്ചെടുത്ത പശ്ചാത്തലം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്നാണ് 2 തോക്കുകളും പണവും മറ്റും പിടിച്ചെടുത്തത്. ന്യൂസ് 18 ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി നേരത്തെ കൊച്ചി ബ്യൂറോ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇയാളുടെ സംഘാംഗത്തിന്റെ ഇന്റർവ്യൂ അടക്കം, ബൈറ്റ് അടക്കം എടുത്താണ് ആ വാർത്ത പുറത്തുവിട്ടിരുന്നത്. ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ ഇയാൾ പുറത്തുവിട്ട പശ്ചാത്തലം കൂടി നമ്മൾ അന്ന് കണ്ടതാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പോലീസ് നിരവധിയായ പരിശോധനകൾ നടത്തിയ സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ATSും ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസ് റിപ്പോർട്ട് ചെയ്യുന്നത്.